ആകെ കയ്യിൽ നിന്ന് പോയിട്ടോ വെയ്യാകെ. ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നടുവിൽ നല്ല ആട്ടം ഉണ്ടാവും കേട്ടോ. ആ അടിക്കണ ആ വെള്ളത്തിന്റെ ആ ഒരു കൂത്താലുണ്ട്, അത് ഇങ്ങോട്ട് വരെ എത്തുന്നുണ്ട് കേട്ടോ. ഒരു കാല് വെക്കാല് സ്ഥലം കൂടി പറ്റില്ല. ആകെ പെട്ടു മക്കളെ, വഴി തെറ്റി. സാധനം കാണിച്ചു തരണ്ടേ? ഇതാണ് സാധനം. ആ ഒരു സൈഡിൽ ഇവിടുത്തെ ലോക്കൽസ് കുളിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മേഘാലയ ട്രിപ്പിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഘാലയയിൽ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടുള്ള ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജിലേക്കാട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിത് ഈ ഒരു റൂമിലായിരുന്നു സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീന്, എന്നാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ നിന്നല്ല, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തെ പ്ലേസുകൾക്കുള്ള റൂമിൻ്റെ റേറ്റിനനുസരിച്ച് ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഏകദേശം ഒരു 1500 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജിൽ പോവാണെന്ന്. ഏകദേശം ഒരു 3000 സ്റ്റെപ്പ് ഇറങ്ങാനും അതേപോലെ ഒരു 3000 സ്റ്റെപ്പ് കയറാനുണ്ട് അതിൻ്റെ മേലേക്ക്. പിന്നെ നമ്മൾ ഇന്നലെ ചിറാപുഞ്ചി ആയിരുന്നു. ചിറാപുഞ്ചിയിൽ നിന്ന് ചെറിയൊരു ഷോർട്ട് കട്ട് വഴി എൻ്റെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് വന്ന വഴി കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും. ഗൂഗിൾ മാപ്പിൽ നോൺ ഗ്രിയാറ്റ് വില്ലേജ് നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വില്ലേജിലെത്തും. ഈ ഒരു ഡയറക്റ്റ് നമ്മൾ ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് നടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കിലോമീറ്റർ കാണിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രക്ക് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് കൂടി അതിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇത് കൂടെ വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ചിറാപുഞ്ചിയാണ് വരുന്നുണ്ടെങ്കിൽ, അവിടെ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ഗ്രിയാറ്റ് നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു നോൺ ഗ്രിയാറ്റിൽ നിങ്ങൾ ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് വന്നിട്ട് പോയിട്ട് കറങ്ങിയിട്ട് അന്നൊക്കെ തന്നെ വൈകുന്നേരത്തേക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോൺ ഗ്രിയാറ്റ് നടിച്ചാൽ മതി. ഈ ഒരു നോൺ ഗ്രിയാറ്റ് വില്ലേജിലാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അവിടെ പോകട്ടോ. ഇവിടുന്ന് ഏകദേശം കുറച്ചേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ. അത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പാർക്ക് ചെയ്യാൻ കുറച്ച് പെട്ടു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നിലത്തേക്ക് പൂന്തി പോയിരുന്നു. ലാസ്റ്റ് എന്നിട്ട് ഇതിനടിയിൽ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് കണ്ടോ, കല്ലൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു അയാൾ. ഇവിടുത്തെ ഒരു ഗ്രാമം തന്നെ പറയുമ്പോൾ ഒരു കീപ്പ് ആൻഡ് കാം ക്വയറ്റ് കേട്ടോ. ഇവിടുത്തെ ഒരു പൂച്ചോക്ക് ഈ കാണുന്നത് ഇവിടുത്തെ പബ്ലിക്കിൻ്റെ വെള്ളം എടുക്കുന്ന ഒരു സെറ്റപ്പ് കേട്ടോ. ചെറിയൊരു സിമെൻറ്റിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം. ഈ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചൊക്കെ, നമ്മുടെ നാട്ടിൽ ഗേൾസ് ഇതേപോലെ അങ്ങനെ ഷാളിടുന്നതിന് പകരം അവരിങ്ങനെ ഒരു വലിയ തുണി എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് കെട്ടുക കേട്ടോ ചെയ്യാം. കണ്ടോ, കെട്ടിക്കണുണ്ടോ? ഇവിടെ നല്ല ഒരു മേഘാലയ തുടക്കം അവിടെ മുതലേ ഫുള്ള് ഇതേ ഡ്രസ്സാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് കല്ല് പതിപ്പിച്ചിട്ടും സ്റ്റിച്ച് പതിപ്പിച്ചിട്ടും കളറുമ്പോൾ കയറ്റിയിട്ടൊക്കെ കാരം. ഇവിടെ അങ്ങനെ നോർമൽ. നമ്മൾ നിന്ന് ഇത് തന്നെ അങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല വ്യൂ. ഇന്നലെ നമ്മൾ ഈ ഒരു മലയിട്ട് ഇറങ്ങി വന്ന് ഇന്ന് പിന്നെ കുറച്ച് വെയിലില്ലോണ്ടാണ് റെയിൻകോട്ട് ബാഗിൽ വെച്ചേട്ടോ. അപ്പോൾ വൈസ് അങ്ങനെ ആ ഒരു ലിവിംഗ് റോഡ് ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഈ ഒരു നോൺ ഗ്രാമമായിട്ട് ഈ കണ്ടത് അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ ആൾക്കാരൊക്കെ കമ്മിയാണ്. ഈ കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ഒരു സ്കൂളാട്ടോ. ഇതൊക്കെ ഇവിടെ സ്റ്റേ അടിക്കേണ്ടതാട്ടോ. സ്റ്റേ അടിക്കാനുള്ള ഒരുപാടുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് റൂം എടുക്കാമെന്നല്ല മെയിൻ്റെനാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഇടയ്ക്ക് റൂം കിട്ടിയെന്ന് വരില്ല. ഇന്നലെ ഇപ്പോൾ ഞങ്ങൾക്ക് അതുണ്ടായത്. ഞങ്ങൾ ഇന്നലെ എന്നിട്ട് പമ്പിലൊക്കെ സ്റ്റേ ചെയ്യേണ്ട ഇത് വന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേ അടിക്കാനുള്ള പ്ലാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ റൂം കാര്യങ്ങളൊക്കെ എടുത്ത് ലഗേജ് റൂമിൽ വെച്ചിട്ട് വേണ്ട പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3000 സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ റിട്ടേൺ 3000 കയറുമ്പോഴത്തേന് അല്ല ഇറങ്ങിയിട്ട് കയറുമ്പോഴത്തേന് നല്ല ടയർഡാവും, നല്ല ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരും. മാക്സിമം ലഗേജ് കുറക്കുക. വൈസ് അങ്ങനെ ഫൈനലി ആ ഒരു ലിവിംഗ് റോഡ് ബ്രിഡ്ജിൻ്റെ ഒരു എൻട്രിക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗമാണ് അതിൻ്റെ എൻട്രി തന്നെ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബ്രിഡ്ജ് ഇറങ്ങുമ്പോൾ നമുക്ക് ഗൈഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഗൈഡ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ഒരു സ്റ്റിക്ക് കൊണ്ട് നിൽക്കണുണ്ടോ, ഇത് ഒരു ഉണ്ടാക്കിയ സ്റ്റിക്കട മുള വെച്ചിട്ട് ഒരു വടിക്ക് 50 റുപ്യ അത്ര. എങ്ങനെ ഒരു പെയർ 50? അപ്പോൾ ഇതിങ്ങനെ 2 എണ്ണം 100? ആ അത് മതി. ആ അപ്പോൾ വെറും 50 കൊടുത്താൽ പോരെ? അന്നങ്ങനെ ചെയ്യാം. ഗൂഗിൾ പേ അല്ലേ? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ട്രെക്കിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6:45 കറക്റ്റ് 6:45 കേട്ടോ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം ഒരു 12ൻ്റെ മുമ്പ് എത്താൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീ എന്നുള്ളത് ജസ്റ്റ് ആ ഒരു പാർക്കിംഗ് ഫീ മാത്രം കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ അടിയിലാണ്. കാരണം അതിൻ്റെ എമൗണ്ട് കറക്റ്റ് അവരുടെ ഒരു ഭാഷയിൽ നമുക്ക് മനസ്സിലായില്ല.
ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല തോന്നുന്നു. അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് കാണാം. ഇവിടെ 50 റുപ്യായിട്ട് നമ്മളെ ബൈക്കിന് മേടിച്ചത്. ഇതിൻ്റെ കയറുമ്പോൾ തന്നെ ഇവിടെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതേപോലത്തെ 3000 സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ ഇറങ്ങണം. 3500 പറഞ്ഞ് 3500 സ്റ്റെപ്പ്. ഇവിടെ നമ്മളൊന്നും വാങ്ങാൻ പോലും ചെയ്തില്ല കേട്ടോ. കാല് ഇവിടെ നീതാലോ ട്രെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാല് ലെഗൊന്ന് വാമിപ്പ് ചെയ്ത് വിടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ കടക്കേണ്ടി വരും. ആഷിക്ക് നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ വാമ്പ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനും ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് കാണിച്ചു തരാം. ഇതൊരു കായ കേട്ടോ. എടാ ഇതാ മറ്റേ തിന്നണ കായടാ. ഒരു ചാവി പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് അതല്ല ഇതേപോലത്തെ ഉണ്ട്. റംബൂട്ടാൻ്റെ ചെറിയ സാധനമല്ലേ? അതെന്താ പറയാ? എന്താണോ ഇപ്പൊ തിന്നു കഴിഞ്ഞപ്പോൾ ചാവുമെന്ന് അറിയില്ലല്ലോ. ഇപ്പം ഏകദേശം കുറച്ച് നടന്നു കേട്ടോ. അപ്പോൾ അതാ കുത്തനായി ഇറക്കം. ചെറിയ സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് വീതി കുറഞ്ഞു. അതാണ് ടാസ്ക്. ഈ സ്റ്റിക്ക് എടുക്കേണ്ടത് നിർബന്ധം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കയറാനും വയ്ക്കൂല, ഇറങ്ങാനും വയ്ക്കൂല. കുറച്ചെണ്ണത്തേക്ക് കാല് കുഴയാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഇറക്കം കമ്മിയാവും കേട്ടോ. ഇതിൻ്റെ ബലമായ സംശയം നമ്മൾ ഈ ഒരു മല മൊത്തത്തിൽ ഇറങ്ങുക തോന്നുന്നു. അതിൻ്റെ മേലൊരു വെള്ളച്ചാട്ടം കാണാണ്ട് ഈ ഒരു സൈഡിൽ. ചങ്ങായി ബാണ്ടം കെട്ടി കൊടുത്ത് പൊന്തി വരുന്നൊക്കെ. ഇത് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ കേട്ടോ. വാടലയാണ് കൊണ്ടുവന്ന്. വാടല കിട്ടിയിട്ട് കണ്ടോ. ഒരു കാല് വെക്കാൻ വലിയ സ്ഥലം കൂടി കിട്ടില്ല. ഒരു വെയിറ്റ് കൊണ്ടുവന്നത് തലമ അങ്ങനെ വെച്ചിട്ട്. സ്റ്റെപ്പിൻ്റെ രൂപങ്ങളൊക്കെ മാറിയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കാല് വേദനിക്കും വയ്യ എന്നുള്ളൊരു മൈൻഡിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കില്ല, പെട്ടെന്ന് കുഴയും. അടിക്ക് ഇറങ്ങുമ്പോൾ വലിയ സീൻ തോന്നുന്നില്ല കേട്ടോ. പ്രശ്നമുണ്ട്. പക്ഷേ ഇതിവിടുന്ന് ഇങ്ങനെ ഒന്ന് മേലേക്ക് നോക്കി നോക്കി ഈ സാധനം കയറേണ്ടി ആലോചിക്കുമ്പോൾ അയ്യോ. ഇനി ഇവിടുന്ന് 30 മിനിറ്റ് നടക്കാണ്ട് ഇത്രേ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്നിട്ട് തോന്നുന്നു. 3000 സ്റ്റെപ്പില്ലേ. ഇവിടെ ഡെയിലി സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ഒരാളത്ര കേട്ടോ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ സാധനങ്ങൾ മേലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടേ. നോക്കിയോക്കെ സമ്മതിക്ക് വേണം. അതിലെന്തോ ഉള്ളി അങ്ങനെ എന്തോ സാധനം തോന്നുന്നു. കഷ്ടപ്പാട്. ഇപ്പോൾ അതാ ഞങ്ങൾ അരമണിക്കൂറായിട്ട് നടക്കണു. ഇനിയൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് പറയണത്. ഇവിടെ റേഞ്ചും കിട്ടണില്ല. ഇവിടെ കറണ്ടൊക്കെ വന്നിരിക്കുന്നത് ഫുൾ സോളാറാട്ടോ. ഇവിടെ കണ്ടോ സോളാറിൻ്റെ പാനൽ നിൽക്കണുണ്ടോ. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കണമുണ്ട്. പോയൊക്കെ ഇവിടെ ഒരു സാധനം ഇരിക്കണുണ്ടോ. ഇതെന്താ വെച്ചിട്ടാ ഇവിടെ എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഴലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിലേ ഇതിലാളെ കടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സാധനം കേട്ടത്. നോക്കിയൊക്കെ. അപ്പോൾ വയസ്സ് അങ്ങനെ ഒരു 6:45 തുടങ്ങിയ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്ന പരിപാടി ഇപ്പോൾ ഏകദേശം ഒരു അവസാനം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയും സ്റ്റെപ്പ് നമ്മളിങ്ങനെ കയറിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം വന്നിട്ടുണ്ട്. പിന്നെ കാണുമ്പോൾ ഒരു ആശ്വാസം കിട്ടിയത് എവിടെ വെച്ചിട്ടതാണ് ലോങ്ങസ്റ്റ് സിംഗിൾ ഡെക്ക് ബ്രിഡ്ജ് 3 മിനിറ്റ്സ് ഓൺലിന്ന്. അപ്പോൾ ഞാൻ 3 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം. ഇതിപ്പോൾ സിംഗിളാണ്. നമ്മൾ ഇനി അവിടെ നിന്ന് കുറച്ചുകൂടി നടക്കാണ്ട് ഡബിൾ ഡെക്കർക്ക്. പിന്നെ ഇവിടെ ഒരു റെയിൻബോ വാട്ടർഫാൾ പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടും കൂടി. ഇതിൽ ഈ ഒരു ലോങ് റോഡ് ബ്രിഡ്ജ് എന്നുള്ളത് ഇതാ ഇവിടെ നായ സീനാട്ടോ. നായ സീനാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? അപ്പോൾ കഴിച്ച് അങ്ങനെ ലോങ് റോഡ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 30. ഇത് 2 വ്യൂ ഉണ്ടല്ലോ. ഇത് ഡബിൾ ഡെക്കറടാ. ആ
ആ അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റൂല. ഓ അപ്പൊ ഞാൻ റിട്ടേൺ അപ്പൊ റിട്ടേൺ കേട്ടോ. ലോങ് റൂട്ട് ബ്രിഡ്ജിക്ക് ഇങ്ങനെയും ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജിക്ക് അങ്ങനെ പോണ്. അപ്പോൾ നമ്മൾ ഈ കയറുന്നത് ഇനി തിരിച്ച് അങ്ങോട്ട് നടക്കണം. ഈസ് ഭ്രാന്ത്. ഇവിടെ പിന്നെ വരുമ്പോൾ UPI പരിപാടിയൊന്നും ഇല്ല കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടേ. ഞങ്ങളൊരു 500 രൂപ എടുത്ത് കൊടുത്തപ്പോൾ അവരില്ല. എന്നിട്ട് ആ 2 ടീം അതാ ഒരു ഉത്തർപ്രദേശിൽ നിന്ന് വന്നവരാ. ഓരോ എന്നിട്ട് കൊടുത്തേ. എന്നിട്ട് ഓരോ UPI ID നമ്മൾ മേടിച്ചേക്കായി. സൈഡിലൊക്കെ വെള്ളച്ചാട്ടമൊക്കെ വരാൻ തുടങ്ങിയിട്ടോ. നോക്കിയൊക്കെ ആ ഒരു സൈഡിൽ ഇവിടുത്തെ ലോക്കൽസ് കുളിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടോ? അപ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. നേരത്തെ അത്രയും നേരം ഇറങ്ങലായിരുന്നു, ഇപ്പോൾ കയറ്റല്ലേ ഇങ്ങോട്ടൊക്കെ. ഇപ്പോൾ സ്റ്റെപ്പ് മൊത്തം കയറില്ല. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇവിടെ കട്ടുണ്ടോന്നാവോ? എന്താ പറയുന്നേ? എടാ തേളോ അത് പോണല്ലേ? ക്യാമറയിൽ കാണൂല. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ട് കേട്ടോ. യോ സീനി ഷോട്ട് ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഒരു ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. ഇതിപ്പോൾ ഞാൻ ഐഫോണിൽ എടുക്കുന്നത്. മറ്റേത് സൂം ചെയ്യാൻ കുറച്ച് ലിമിറ്റ് ഉണ്ട് കണ്ടില്ലേ. ഇത് ഞാൻ എന്താ സംഭവിച്ചിട്ടാണ്, മറ്റേത് ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിക്ക് നമ്മൾ നടന്ന് പോകേണ്ടത് റിട്ടേൺ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ 2 ആളാകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോഗ്രാഫ് എടുക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ എൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തെ ഈ ഒരു ഭാഗം ഒരു മരം കാണും. ഇത് ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് കണ്ടോ. അവിടുന്ന് പിന്നെ അങ്ങോട്ട് വഴിയില്ല. പിന്നെ അവിടെ നമ്മൾ റിട്ടേൺ അങ്ങോട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പ്ലാൻ എടുക്കുന്നത് എന്താ വെച്ചിട്ടാ, ആദ്യം ഓൻ അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുക്കും. അത് ഓൻ അവിടുത്തെ സ്ഥലങ്ങൾ കണ്ടിട്ട് റിട്ടേൺ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിട്ട് എടുക്കും. അവിടെ പോയി ഫോട്ടോ എടുക്കും. ഇവിടെ തരും ഒന്ന് ഫോട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് പ്ലാനിങ്. പിന്നെ എങ്ങനെയായാലും 2 ആൾ ഇത് കൂടെ നമ്മൾ റിട്ടേൺ തിരിച്ച് പോകും വേണം. ഇതേട്ടോ ഇപ്പം എല്ലാവരും പെണ്ണവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ റെഡ് ഡ്രസ് ഇട്ട് കണ്ടോ. ഇതിന് മേലെ കൂടെ നടക്കാൻ കുറച്ച് പണിയുണ്ടേ. അപ്പോൾ അതിന് അവിടെ നടക്കാനൊരു പേടി. ഇത് ഇയാൾ അതിന് മോട്ടറാക്കിയിട്ട് വിടുകയാണ്. നടന്നു പോകണം കേട്ടോ. കുറച്ച് റിസ്ക് വേണ്ടിട്ട് അതിൻ്റെ മേലെ കൂടെ നടക്കാൻ. ഇതെന്താ സംഭവിച്ചിട്ടാ, നമ്മുടെ റബ്ബർ മരങ്ങളുടെ വേര് കൂടി സെറ്റായിട്ടുള്ളതാണ്. അത് ആൾക്കാർ ഉണ്ടാക്കിയതല്ല. ഇത് നോർമലി നാച്ചുറലായിട്ട് ഉണ്ടായൊരു സംഭവമാണിത്. ഇത് പിന്നെ അങ്ങനെ ടൂറിസ്റ്റ് ഇതായതുകൊണ്ട് പിന്നെ ആൾക്കാർ അതിൽ സൈഡിൽ കൂടെ അങ്ങോട്ട് കൂടെ വീടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് അതിൻ്റെ ഒരു വേരി പോലെ വെച്ചു. അപ്പോൾ കൈസ് അപ്പം ഇനി എൻ്റെ ഊഴം ആഷിക്ക് ഇപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ടോ. ഇനി ഞാൻ അതിൻ്റെ മേലെ കയറാൻ പോകണം. നല്ല ഷെയ്ക്കി ഉണ്ട് നട്ടകം പറഞ്ഞ് നോക്കിയൊക്കെ എന്തായാലും. ഐ ആം ത്രില്ലഡ്. ഇതാട്ടോ അതിൻ്റെ അത് കയറുന്ന വഴി. അപ്പോൾ ഗൈസ് അങ്ങനെ ഇതാ റോഡ് ബ്രിഡ്ജിനെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം ഷെയ്ക്കിങ് ഉണ്ട്. ഇതാണ് ആ സാധനം കണ്ടില്ലേ. ഈ ഒരു പലകട ഇമ്മ കൂടെ ഇങ്ങനെ നടക്കുക ചെയ്യുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ ആ ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ മേലെ കേട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഷെയ്ക്കിങ് ആണ്. ഒരു കയ്യിൽ ക്യാമറയും മറ്റേയും ഈ വടിയും കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ പിടിക്കാം. സംഭവം നൈസ് കേട്ടോ. ഒരു ആടലുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. സീന് അത് നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിൽ ഊട്ടിക്കും മൈസൂരിക്കും കൊടൈക്കനാൽക്കാ പോകും എല്ലാവരും. അതിൽ കൂടെ ഒരാഴ്ച നിങ്ങൾക്കൊന്ന് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അതേപോലത്തെ അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. എപ്പോഴും ഈ ഇവിടെ തന്നെ പോയിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് തന്നെ വേണം. നമുക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ചെറിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് തോന്നില്ല. പക്ഷെ നമ്മളിവിടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് പക്കയാണ്.
ഇതാ ചെയ്യാനായിട്ടോ. ഫൈനലി ഒരു സൈഡ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ലിവിംഗ് റോഡ് ബ്രിഡ്ജ്, കണ്ടില്ലേ? ഇവിടുത്തെ 360 വ്യൂ കേട്ടോ. രണ്ടാളൊക്കെ കഷ്ടിയാ. ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു വേരിതാ, ഈ ഒരു 1, 2, 3 ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതുകൊണ്ട് ഇതൊക്കെ പാടി ചേർന്ന് പോയതാ ടൈമക്ക്. അതേപോലെ അയിമൊന്നും ഇങ്ങോട്ട് കണക്ഷൻ ഇതിൻ്റെ വേരാണത്. അതാണ് ലിവിംഗ് റോഡ് ബ്രിഡ്ജ് എന്ന് പേര് വരാൻ കാരണം. ജീവനില്ല റോഡ് ബ്രിഡ്ജ്. ഇനി അടുത്തത് ഡബിൾ ഡക്കർക്കാട്ട് പോണ്. അത് ഇതുക്കും ഒന്നുകൂടി അടിപൊളിയാണ്. അത് ഇനി ഇവിടുന്ന് നമ്മൾ വന്ന പോലെ ഞാൻ അവിടെ കാണിച്ചു തന്നില്ല, 2 വഴിയാണ് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ റിട്ടേൺ നടക്കണം. അപ്പോൾ ഗയ്സ് അങ്ങനെ ആ ഒരു ലിവിംഗ് റോഡ് ബ്രിഡ്ജിക്കും ഡബിൾ ഡക്കർക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ ഭാഗത്തേക്ക് എത്തിയിട്ടോ. ഇനി ഇതാ ഡബിൾ ഡക്കർ ഇവിടെ കണ്ടില്ലേ? നേരത്തെ നമ്മൾ ഈ ഒരു ഗേറ്റിൽ കൂടെ അങ്ങോട്ടാണ് പോയത്. ഇനി ഡബിൾ ഡക്കർ കാണാനാണ് പോകുന്നത്. സംഭവം എന്താ വെച്ചിട്ടാ, കുറച്ച് റിസ്ക് എടുത്താലേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ഇത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലത്തെ സ്ഥലങ്ങൾക്ക് വരാം. അങ്ങനെ നടന്ന് ഏകദേശം എത്താനായിട്ട് കേട്ടോ. അവിടുന്ന് ഞാൻ വിചാരിച്ചു അവിടുന്ന് ഇതേമാതിരി 3 മിനിറ്റൊക്കെ കൂടെ ഉണ്ടാകുന്ന 3 മിനിറ്റിൻ്റെ ഒരു 10-15 മിനിറ്റ് ഉണ്ടാകും അവിടുന്ന് ഇതേമാതിരി സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാൻ. അപ്പോൾ അത് അവിടെ എത്തിയതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു പാറ. ഇവിടെ പൈസ ഉണ്ടോ? ചില്ലറ ഉണ്ടോ ഇവിടെ? ഇവിടെ UPI റേഞ്ച് ഉണ്ടാവും. ഇത് എടുക്കേണ്ടിയിരിക്കും അയ്യാ. ഇപ്പോൾ പൈസ അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിട്ടില്ല, അറിയോ? ഇപ്പോൾ നമ്മൾ ഒരു ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ ഒരു തൂക്കുപാല കേട്ടോ. നല്ല ആട്ടമുണ്ട് കേട്ടോ. ക്ക് പോകാല്ലേ വഴിയുള്ളൂ ഇങ്ങോട്ടൊക്കെ കാല് വെക്കാൻ. നടുവിൽ നല്ല ആട്ടം ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ നടുവിലാട്ടോ കുഴങ്ങി. അതൊക്കെ സീന്. പോട്ടെ ഇവിടെ. അപ്പം ഇനിയൊരു വണ്ടി വെക്കാണ്ടേ ഞാനത് കണ്ടപ്പോൾ ഒന്ന് പൊലിവിച്ചു. അത് എത്തിയാൽ ചോദിച്ചിട്ട് എന്തൊരു കഷ്ടമാണ്. ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ടേ ഡബിൾ ഡക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിന് അത്യാവശ്യം ലോങ്ങായിട്ട് അവിടുന്ന് അരമണിക്കൂറിന് മേലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴത്തെ കൂടെ ഒരു പെണ്ണ് പാസ് ചെയ്തപ്പോൾ അതിനോട് ചോദിച്ചപ്പോൾ അത് 20 മിനിറ്റ് ഇഞ്ഞുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അടുത്തൊരു തൂക്കുപാലത്തിന് അടുത്തിട്ടുണ്ട്. സ്വിമ്മിങ് പൂൾക്കല്ലോ എവിടെ? അതെവിടെ എത്തിക്കണേ? അത് ഇങ്ങോട്ടല്ലേ കാണിച്ചിക്കണേ. ഇനി ഒരു അടുത്ത തൂക്കുപാലത്തേക്ക് എത്തി. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് തോന്നുന്നു. തൊട്ടടുത്ത തൂക്കുപാലം വാണി. അതന്നെ ഇവിടെ ഞായറാഴ്ച ലീവ് കേട്ടോ. അത് നോക്കിക്കോ, ഞായറാഴ്ച ഇവിടെ ലീവോ. ഇത് വലിയ കുഴപ്പമില്ലല്ലേ ഈ പാലം? എന്തിനു കൊയ്യ ഇവിടെ എന്താ? നമുക്ക് പോകുമ്പോഴേ മറ്റോടത്ത് ലാസ്റ്റ് പോവാ. അത് ഇരുമ്പിൻ്റെ കണ്ടില്ലേ, അവിടെ നല്ല രസമുണ്ട്. ഇത് വലിയ കുമ്മില്ല. നൈസിലെ വെള്ളത്തിൻ്റെ കളറൊക്കെ നീല കളറ്. കണ്ടോ? ഓ ഇത് അടിപൊളിയാടാ ഈ വെള്ളം വരുന്നൊക്കെ.
ഇവിടുന്ന് അടിക്കണം വീണ എങ്ങനെ ഉണ്ടാവും? ഒരു കിണർ പോലത്തെ ഒരു സാധനം നോക്കടാ. അത് കണ്ട ഈ കിണർ പോലത്തെ അവിടെ. എടാ ആശികേ, ഇവിടെ പഴയ പാലം നോക്കേ. ഇവിടെ കണ്ടോ, നമുക്കൊരു പാലം കാണാണ്ടോ ചെറുത്, ഇതേപോലെ തന്നെ ഇവിടെ ഈ സാധനം. ഇത് ഇവിടുത്തെ ആദ്യത്തേതാ തോന്നുന്നു കേട്ടോ. നമ്മളിവിടെ ആദ്യം വന്നില്ലേ, അങ്ങനത്തെ ഒരു പാലാണ്. അത് കിടന്നാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഹൈറ്റിലുണ്ടാക്കിക്കാണ്. ഇവിടെയൊക്കെ വീട് നോക്കേ. ഈ ഒരു വലിയൊരു പാറ കണ്ടോ, ഇതുമായിട്ട് ഈ ഒരു സൈഡ് നിൽക്കണ ഈ പേരടെ എന്തല്ലേ. വെള്ളം എന്തെങ്കിലും മേടിക്കണോ? എവിടുന്ന് ഏറ്റവും മേലോ? ഇതൊന്ന് മറ്റേ ലേസ് പാക്കറ്റൊക്കെ ഉണക്കാട്ടൊക്കെ തോന്നുന്നു. ഇവിടെയൊക്കെ പൂമ്പാറ്റകള് നൈസില്ലേ. ടോയ്ലറ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ പോണ വഴി തന്നെ ഇനി ഡബിൾ ഡക്കറാണ് വരിക. അത് കഴിഞ്ഞിട്ട് ബ്ലൂ ലഗൂൺ പറഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ട്, ഒരു വാട്ടർഫാള്. പിന്നെ അത് കഴിഞ്ഞിട്ട് റെയിൻബോ. അങ്ങനെ 2 സ്ഥലം നമുക്ക് ഇവിടെ വെച്ച് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ആകെ വെട്ടു മക്കളെ, വഴി തെറ്റി. എത്ര കാലം നടന്നു വെച്ചിട്ടോ. ഇത് അതേമാതിരി റിട്ടേൺ നടക്കണം. ഈ കാണാം കേട്ടോ ഡബിൾ ഡക്കർ ലിവിംഗ് റൂം ബ്രിഡ്ജിക്ക് പോകേണ്ട ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ടിന് 50, ചിൽഡ്രൻ 20 കണ്ടോ. പിന്നെ നമ്മൾ ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50, GoProക്ക് 100 കണ്ടോ. നമ്മൾ ഫിലിം ഷൂട്ടിങ് 5000. നമ്മൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ഇവിടെ കണ്ടോ. അവിടെ തോന്നുന്നു സ്വിമ്മിംഗ് പൂൾ പറഞ്ഞത് എത്തിക്കണം കേട്ടോ. അത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടേ ഒരു 2 മിനിറ്റ് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ കാണാട്ടെ. ഈ ഇത് മറ്റേ ബ്രിഡ്ജ് പോലെ തന്നെ, പക്ഷെ ഇത് ഡബിൾ ഡക്കർ ലിവിംഗ് റൂം ബ്രിഡ്ജ്. ആടെ ഇത് തന്നെയാണേ. ഇത് അടിയിൽ ഇതാ, മേലെ ഇതാ. ഇതന്നെ ഇവിടെ ഡബിൾ ഡക്കർ ലിവിംഗ് റൂം ബ്രിഡ്ജ് എന്ന് എഴുതിയിരിക്കണം. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് ആ സംഭവം. ഇതൊന്നും കൂടി ബല ഉണ്ട് കേട്ടോ കാണാൻ. മറ്റേ മാതിരി ആടൂല് സാധനം. ഇങ്ങോട്ട് എത്താൻ എത്ര കാലം നടന്നു വെച്ചിട്ടാ മേലേക്ക്. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നതാ. ഇവിടെ ഇതാണ് സാധനം. സെറ്റിലെ അങ്ങനെ ഫൈനലി എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റത്തെ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഡബിൾ ഡക്കർ ലിവിംഗ് റൂം ബ്രിഡ്ജ് എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കവർ ചെയ്തു. കണ്ടില്ലേ, എൻ്റെ നേരെ മുമ്പിലതാ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേടിയിരിക്കണം, എന്ത് കാര്യമായാലും. അപ്പോൾ ഇനി ആ ഒരു റോഡ് ബ്രിഡ്ജിക്ക് ഞാൻ കയറുക കേട്ടോ, ഡബിൾ ഡക്കറിൻ്റെ. ഇതാ വലിയ സീനൊന്നുമില്ല കേട്ടോ, അതൊക്കെയൊന്നുമില്ല. നമ്മളിപ്പോൾ കണ്ടി ഡബിൾ ഡക്കർ ലിവിംഗ് റൂം ബ്രിഡ്ജില്ലേ, അവിടെ നിന്ന് ഇനി കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ഇനി ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ, ബ്ലൂ ലഗൂൺ പറഞ്ഞിട്ട്. ഇനി അടുത്തത് അത് അവിടേക്കാണ് പോകുന്നത്. പിന്നെ അത് കണ്ടിട്ട് ഇനിയും നമുക്ക് ടൈം ഉണ്ട് വെച്ചാൽ അത് അവിടുന്ന് കുറച്ച് ഇനിയും നടന്നു കഴിഞ്ഞാൽ റെയിൻബോ വാട്ടർഫാളും ഉണ്ട്. ഈ റൂട്ടിൽ തന്നെ 2 സ്പോട്ടും കൂടി ഉണ്ട്. ഈ ബ്ലൂ ലഗൂൺ പറഞ്ഞാൽ ഫുള്ള് നീല കളർ വെള്ളക്കാർ കേട്ടോ. മിക്കവാറും നീല കളർ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ആ പാലം കയറുമ്പോൾ അതിൻ്റെ അടിയത്തെ വെള്ളമൊക്കെ ഒരു നീല കളർ നമുക്ക് കിട്ടിക്കണം, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് നമ്മൾ പോയ എലിഫൻറ്റ് വാട്ടർഫാൾ വല്ല ഉരുൾപൊട്ടിയ മാതിരി എന്ന് വെള്ളം മതി. നോക്കിയോ, ലെക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ഇതങ്ങോട്ട് പോകുന്ന വഴി കേട്ടോ. ഇവിടെ അത്യാവശ്യം സൈലൻ്റ് ഏരിയയാണ്, ആൾക്കാർ കമ്മിയാണ്.
എന്താണ് മാറാല്ലേ? ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തോ ഒരു സൗണ്ട് കേട്ടുക്കുന്നു. ഇത് അത്യാവശ്യം നല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. പന്നിയ കാര്യം ഇവിടെ കടകളൊക്കെ അടവാണ്. അടുത്തൊരു തൂക്കുപാലം എത്തിയിട്ടോ. വെയ്യ ഇവിടെ വാണിങ് റൺ ജമ്പ് ഓർ ഷേക്ക് ദ ബ്രിഡ്ജ്. മറ്റേ സെയിം പോലെ തന്നെ അല്ലേ? മറ്റേ പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ വെള്ളം നോക്കാം, നീല കളറ് കണ്ടോ? ഇതിനും ക്ലിയർ ആവും. ഇവിടെ തൊട്ട് അതേപോലത്തെ വേറൊന്ന് നമ്മൾ കയറിയില്ലേ, സിംഗിൾ റോഡ് ബ്രിഡ്ജ്, അതേപോലത്തെ. നല്ല ആട്ടുണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ലേനു. ഇത് മുളയല്ലടാ. കുറെ നടന്നപ്പോ ഇത് വന്നിട്ടോ. നൊക്കാലി നേരെ റെയിൻബോ. അങ്ങനെ നൊക്കാലി പറയുമ്പോ ഇതൊന്ന് ഇങ്ങനെ കയറണം. വയ്യ വയ്യ വയ്യ, നമുക്ക് റെയിൻബോ മതി. നല്ല നടക്കാണ്ട് കേട്ടോ. ആകെ കയ്യിൽ നിന്ന് പോയിട്ടോ. വെയ്യാകെ ഇനി 30 മിനിറ്റ് നടക്കാണ്ട് ഇത്ര. ഏറ്റവും നല്ല ഓപ്ഷൻ എന്താ വെച്ചാൽ ഡബിൾ ഡക്കർ കണ്ട് തിരിച്ചു പോവാ. വെറുതെ ഇങ്ങോട്ട് ആരും കയറാത്ത തേങ്ങ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വന്നാൽ മതി ഇങ്ങോട്ട്, പിന്നെ വരരുത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ബ്ലൂ ലഗൂൺ നോക്കിയിട്ടാണ് പോയത്. കാരണം ബ്ലൂ ലഗൂൺ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ഡക്കർ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾ നടന്നിട്ട് വഴി മാറി കുറേ നടന്ന അവസാനം റെയിൻബോക്കാണ് എത്തിയത്, റെയിൻബോ വാട്ടർഫാൾക്ക്. അപ്പോൾ അത്യാവശ്യം നടക്കാതെ ഏരിയ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്താണ്. ഞാൻ കാണിച്ചു തരട്ടെങ്കിൽ ഇതാ, ഇനി കുറച്ചുകൂടി നടക്കാണ്ട് കേട്ടോ. കണ്ടോ എത്ര ഹൈറ്റുന്ന വെള്ളം വരുന്നതൊക്കെ. പിന്നെ അവിടെ ഒന്നുണ്ട് അങ്ങനെ. സംസാരിക്കാൻ വയ്യ കേട്ടോ, അത്യാവശ്യം നടക്കാണ്ട്. പിന്നെ നല്ല വെയിറ്റിലെ ബാഗ് കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പെടും. പിന്നെ കാലുമ്പോൾ ഒരു ട്രക്കിംഗ് ഷൂ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ലിപ്പറിയാണ്. ഓ നല്ല പെടായിട്ടോ, വയ്യ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ റെയിൻബോ ഫാൾസ് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ അടിയിലാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ചെറിയൊരു കൂട്ട് കിട്ടിയിട്ടോ ഇവിടെ. ഓക്കെ, ഒരു ചെറിയ പൂച്ചക്കുട്ടി ഇവിടെ. സാധനം കാണിച്ചു തരണ്ടേ? ഇതാണ് സാധനം. അതിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി പോകാണ്ട്. ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇത് വരുന്നൊക്കെ. ഇതൊരു പൂച്ചക്കുട്ടി. എവിടാ? വാടാ. ഇത് എങ്ങനെ?
ഓക്കെ. ഏയ് ആ അടിക്കണ ആ വെള്ളത്തിൻ്റെ ആ ഒരു കൂത്താലുണ്ട്, അത് ഇങ്ങോട്ട് വരെ എത്തുന്നുണ്ട് കേട്ടോ. അല്ലോ, നോക്കി 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 മക്കളെ നോക്കി. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ റെയിൻബോ വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ടിട്ടു. നമ്മൾ റിട്ടേൺ പോവാണ്. നമ്മൾ 6:45 കയറിയ ട്രെക്കിംഗ് ആണ്, തുടങ്ങിയതാണ്. അപ്പോൾ അതാ 10:30 ആയിട്ടുണ്ട്. ഇത്ര ടൈം എടുത്തിട്ട് അങ്ങോട്ട് എത്താൻ. ഇനി ഇവിടുന്ന് റിട്ടേൺ നമ്മൾ ആ ഒരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കണ്ടല്ലോ, അതിൻ്റെ അവിടുന്ന് അവിടെ കുളിക്കാൻ പറ്റും. ഒന്നെങ്കിൽ അവിടുന്ന് ഒന്ന് കുളിക്കണം, വയ്യ, തീരെ വയ്യ. പിന്നെ ഇവിടെ വെള്ളം കിട്ടുമോ നോക്കണം. നേരത്തെ ഒരു അരുവിയിൽ നിന്ന് കുടിക്കുക ചെയ്ത്, അരുവിയിൽ ഒരു പാറക്കെട്ടിൻ്റെ ഇവിടുന്ന് നിങ്ങൾ കണ്ടില്ല നേരത്തെ വീഡിയോയിൽ, അവിടുന്ന് കുടിക്കുക ചെയ്ത്. ബാക്കിലെ ഇത് കണ്ടില്ലേ വ്യൂ, സീനില്ലേ, നോക്കി നോക്കേ. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും പെട്ടതാണെന്നല്ലോ, അതേപോലെ തന്നെ നല്ല അടിപൊളി കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെടണം. ഓക്കെ. റെയിൻബോ വാട്ടർഫാളിൻ്റെ അവിടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിക്കാം. തണുപ്പില്ല, പക്ഷേ ഫ്രൂട്ടി, സ്റ്റിങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്, എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബാക്കത്തെ ഈ ഡോറിട്ട ഒരു വ്യൂ ആട്ടോ, അങ്ങോട്ടൊക്കെ വെള്ളച്ചാട്ടം കണ്ട കഴിഞ്ഞാൽ സംഭവം നല്ല മെനക്കെടണം കേട്ടോ. ഇതേപോലത്തെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാർ പറഞ്ഞാൽ വണ്ടി എത്തുമെന്നാണ് നോക്കുക, പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെനക്കെട്ടേ പറ്റും. അപ്പോൾ ഗൈസ് ഈ ഒരു വാട്ടർഫാളിൻ്റെ കറക്റ്റ് അടുത്തുള്ള ആ ഒരു ഡെഡ് എൻഡിൻ്റെ ഭാഗത്തുള്ള ടീ ഷോപ്പിലാട്ടോ. അവിടെ ഒരു ബോട്ടിലിന് റേറ്റ് എത്ര വെച്ചിട്ടാണ് വെള്ളം കുപ്പിക്ക്? 70 റുപ്യ. ഒരു സ്റ്റിങ്ങിന് 50. സ്റ്റിങ് പിന്നെ ചായക്ക് എത്ര പറഞ്ഞ്? പാർലേജി 10 പാർലേജി ബിസ്ക്കറ്റിക്ക് 30 റുപ്യ. അതായത് നല്ല റേറ്റ് ഉണ്ടാവും. നിങ്ങൾ ഇവിടെ വന്നിട്ട് അടി ഉണ്ടാക്കരുത് കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഈ ഇതിക്ക് ഫസ്റ്റ് വന്നത് ഞങ്ങളാട്ടോ. ഇന്നത്തെ ദിവസം ഫസ്റ്റ് വന്നത് ഞങ്ങളാ. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഈ കടക്കാരുണ്ടായിരുന്നു. ഇവർ ഈ ഒരു വടിതാ, ഈ വടിമ്മ അവിടെയും വടി ഇവരെ ലഗേജ് തൂക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു വടി പോലെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഈ സാധനതാ ഇങ്ങനെ തൂക്കും, അറ്റത്തും ലഗേജ് വെച്ചിട്ട് ഇങ്ങനെ കയറും. സമ്മതിക്കും വേണം. അത് ശരി കേട്ടോ. വരുമ്പോൾ ഇതേപോലെ ഒരു വെള്ളം വേണ്ടിയാ, കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ അരുവിയിൽ നിന്ന് ഇങ്ങനെ നിറച്ചാൽ മതി. നല്ല ഫ്രഷ് വാട്ടറാണ്. അരുവിയിൽ നിറക്കുമ്പോൾ അട്ടം തുടങ്ങണം. ആദ്യം കഴിവ് കുറച്ച് വെള്ളം എടുത്ത് നോക്കാം, എന്തുണ്ടാകും കരട് അപ്പം ഇനി പ്രത്യേകിച്ചിട്ട് പറയാനൊന്നുമില്ല. ഇനി റിട്ടേൺ താഴത്തേക്ക് പോവാണ്. ഇനി അവിടെ വെച്ചിട്ട് കാണട്ടോ. അപ്പോൾ ഗൈസ് 3:16 6:45 രാവിലെ ഇറങ്ങിയത് കേട്ടോ. 3:15 ഒരു ദിവസം മെനക്കെടണതിൽ. കാല് വരുന്ന വഴിയിൽ മസിൽ പിടിച്ചിട്ടേ വരുന്നിടത്തൊക്കെ ഇറങ്ങി നിന്ന് ഇഴഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് തീരെ വയ്യപ്പോഴും ഇത് കിട്ടിയിട്ടില്ല. എന്താ എൻ്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. എല്ലാവരും മസ്റ്റായിട്ട് പിന്നെ പോകുമ്പോൾ മൂവ് കൊണ്ടോ. മൂവ് എന്തായാലും വേണം. ഞങ്ങൾ വരുന്നോടൊക്കെ ചോദിച്ചിരുന്നു. ലാസ്റ്റ് പിന്നെ ഒരു ഗുളിക ചെയ്തില്ലേ ഒറ്റ. പിന്നെ അതിൻ്റെ ഇടയിൽ പാരസിറ്റമോളിൻ്റെ ഒരു 650 കുടിച്ചു. പിന്നെ ORS വെള്ളം കയറ്റി എന്തൊക്കെ കുടിച്ചു വെച്ചിട്ടാ. ഈ ഡബിൾ ഡെക്കർ പോവുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഡബിൾ ഡെക്കർ കഴിഞ്ഞിട്ട് വേറെ സംഭവം ഒരു വാട്ടർഫാൾ പോയില്ലേ, അത് അത്യാവശ്യം നല്ല പോവാണ്ട്. പിന്നെ നല്ല ഹൈക്കിങ്ങും ഉണ്ട്. അപ്പോൾ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ പോയി വരാൻ പറ്റും. കുറച്ച് ഒരു സ്റ്റാമിന ഇല്ല ആളാണെന്നുണ്ടെങ്കിൽ. മറ്റേതാകുമ്പോൾ ഞങ്ങൾ സ്റ്റാമിന ഉണ്ട് എന്നല്ല പറയുന്നത്. എങ്ങനെയായാലും ഒരു ദിവസം മെനക്കെടണം ഈ ഒരു സ്ഥലത്തിന് മാത്രമായിട്ട്. ഓക്കെ. അപ്പോൾ ഇനി നേരെ നമ്മളെ സ്റ്റേ ചെയ്ത റൂമിലേക്ക് പോകട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റേ അടിച്ചിട്ടുള്ള റൂമിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് റിട്ടേൺ നേരെ ഗുവാഹത്തിക്ക് പോവാണ്. നാളെ രാവിലെ 7 മണിക്കാണ് നമുക്ക് റിട്ടേൺ പോകേണ്ട ട്രെയിൻ, വിവേക് എക്സ്പ്രസ്. പക്ഷേ ആ ഒരു ട്രെയിൻ ഇപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് 6-5 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പോകാമെന്ന് ഒരു കൊടുത്തില്ല. കാരണം ട്രെയിന് ജനറൽ എന്തായാലും നടക്കില്ല. സ്ലീപ്പർ കുറച്ച് ടൈറ്റാണ്. സ്ലീപ്പറും RAC ഒക്കെ ഭയങ്കര സീനാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ട്രെയിനിൽ തന്നെ ഫുള്ള് ഭായിമാരൊക്കെയാണ് കയറിയിട്ട് ഫുള്ള് കട്ട സീനായിരുന്നു. അപ്പോൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വല്ല ഫ്ലൈറ്റ് എന്തെങ്കിലുമൊക്കെ നോക്കണം. അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് പോകട്ടോ. ഗുവാഹത്തിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂറോളം ഓട്ടം വരുന്നുണ്ട്. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേന് ഇരുട്ടാവും. ഷിലോങ്ങിൽ ഇടയ്ക്ക് അവിടുത്തെ മാർക്കറ്റിൽ പോലീസ് ബസാറിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കും അറിയില്ല. ഇൻഷാ അല്ലാഹ് പറ്റുവെച്ചാൽ അവിടെ കൂടി ഒന്ന് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം.
അപ്പോൾ ഇവിടെ നോക്കിയൊക്കെ ഇവിടെ ഓരോ വീട്ടുകാർക്ക് ഉള്ള അരി തൂക്കി കൊടുക്കണം. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ റേഷൻ എങ്ങനെ തോന്നുന്നു. സംഭവം എന്താ അറിയില്ല, ഇവിടെ ഓരോരുത്തർക്ക് ഇങ്ങനെ അരി ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് ഒരു ലോറിയിൽ കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ഷിലോങ്ങിൽ വെച്ചിട്ട് കാണാം. ഒരുപാട് റൈഡ് ഉണ്ട്, വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കലൊന്നും നടക്കില്ല. നല്ല ബാക്ക് പെയിനും വരും, കുറേ നേരം വണ്ടി വരുന്നത്. ഈ വണ്ടിയുടെ പിന്നിലിരിക്കുന്നതിന് ഭയങ്കര ചടപ്പാണ്. പിന്നെ ബൈക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാളെ 9 മണി വരെ ടൈം ഉണ്ട്. ഈ ബൈക്ക് നമുക്ക് അവിടെ റിട്ടേൺ കൊണ്ടു കൊടുക്കാൻ, നമ്മൾ റെൻറ്റിനെടുത്തതല്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് കൊടുത്തിട്ട് മേത്തുനിന്ന് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം. ബൈക്ക് ഷിലോങ്ങിൽ വെച്ചിട്ട് നമുക്ക് കാണാം. ഷിലോങ്ങിൽ ഇറങ്ങാൻ പറ്റുവെച്ചാൽ ഷിലോങ്ങിൽ വെച്ച് കാണാം. അതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുവാഹത്തിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഗുവാഹത്തിയിൽ എത്തിയിട്ട് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുത്തല്ലോ അതിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ബൈക്ക് ഇതവിടെ ഒരു കേടുപാടൊന്നും ഇല്ലാതെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ റെൻറ്റിന് കൊടുക്കണതും പിന്നെ വിത്ത് ഡ്രൈവറായിട്ട് കിട്ടുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ സ്കൂട്ടീൻ്റെ എല്ലാം ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്ലാൻ പറയുന്നത് ഇവിടുന്ന് ഊബർ വിളിച്ചിട്ട് നമ്മൾ ഇന്നലെ അല്ല മിന്നാന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ 7:15 വിവേക് എക്സ്പ്രസ് എന്നുള്ള ട്രെയിനിലാട്ടോ നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മേഘാലയ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ പുതിയ സ്ഥലമൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു യാത്രനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു യാത്ര എപ്പിസോഡായിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ.